താമസിക്കും തോറും അതിൻ്റെ മഹത്വം വലിയതായിരിക്കും. ഞാൻ ഈ വാക്ക് ആദ്യം കേൾക്കുന്നതാണ്. എൻ്റെ മാതാവ് എൻ്റെ ചെറുപ്രായത്തിൽ മറ്റൊരാളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ വാക്ക് ഞാൻ ആദ്യം കേൾക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4ഓ 5ഓ ആ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്താണ്? താമസിക്കും തോറും അതിൻ്റെ മഹത്വം വലിയതായിരിക്കുമെന്ന്. ഞാൻ പിന്നീട് എൻ്റെ പിതാവിൻ്റെ വചന ശുശ്രൂഷയിൽ ഞാൻ ഈ വാക്ക് പലവട്ടം കേട്ടിട്ടുണ്ട്. പിന്നീട് ഞാനും എൻ്റെ ശുശ്രൂഷയിൽ ഈ വാക്കുകൾ പലവട്ടം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് ഇതിനോട് ആമേൻ പറഞ്ഞ് യഥാർത്ഥമായി സ്വീകരിച്ചവർ പിന്നീട് അവർ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്, ശരിയാണ്, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങളുടെ പല വിഷയങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഡിലേ ആകുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സമയം മുൻപോട്ട് പോകുന്നു എന്ന് പലവട്ടം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു, താമസിച്ചത് നന്മയ്ക്ക്. കാരണം ശ്രേഷ്ഠകരമായ ഒരു വാതിൽ ഞങ്ങൾക്ക് മുൻപിൽ തുറന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളെ നോക്കി ഒരു പ്രവചന ശബ്ദമായിട്ട് ഇന്ന് ഈ വേർഡിനെ നിങ്ങളിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്? അതെ, ചില വിഷയങ്ങൾ വളരെ ഡിലേ ആകുമെന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്ര താമസം? പ്രാർത്ഥനയുണ്ട്, അതിനുവേണ്ടി ഉപവസിച്ചിട്ട് വരെ ഞാനുണ്ട്, എന്നാൽ അതിങ്ങനെ താമസമാണ്, എന്തുകൊണ്ട് ഇങ്ങനെ താമസിക്കുന്നു? അങ്ങനെ ചോദിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദം. നിങ്ങളുടെ വിഷയത്തിൻ്റെ മറുപടി താമസിക്കും തോറും അതിൻ്റെ മഹത്വം വലിയതായിരിക്കും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഈ വചനവുമായി ബന്ധപ്പെട്ട് തിരുവചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. അത് 2 ഭവനത്തെക്കുറിച്ചാണ്. ഒരു ഭവനം എന്ന് പറയുന്നത് അത് മണലിന്മേൽ പണിതൊരു ഭവനമാണ്. മറ്റേ ഭവനം അത് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതതാണ്. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. ഈ 2 ഭവനം എടുത്തു നോക്കുവാണെങ്കിൽ രണ്ടിനും ഒരേ സൗകര്യമായിരിക്കും. 2 ഭവനം എടുത്തു നോക്കുവാണെങ്കിൽ ആ 2 ഭവനം നമുക്ക് വീട് എന്ന് തന്നെ വിളിക്കാം, കയറി താമസിക്കാൻ പറ്റുന്നൊരു വീട് തന്നെ വിളിക്കാം. പക്ഷേ അവിടെ മണലിന്മേൽ പണിത ഭവനം, ഒരു ഉദാഹരണത്തിന് ഈ മണലിന്മേൽ പണിത ഈ ഭവനം 1 മാസം കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പണി തീർന്നേക്കാം. ഒരു ഉദാഹരണത്തിന് ചിലപ്പോൾ പാറമേൽ പണിത ആ ഒരു ഭവനം ഒരുപക്ഷെ 1 വർഷമെങ്കിലും സമയമെടുത്ത് കാണും. കാരണം അടിസ്ഥാനം നന്നായി ഉറയ്ക്കണം, അങ്ങനെ സമയമെടുത്ത് കാണും. ഇത് പുറമേ നിന്ന് വീക്ഷിക്കുന്നവർ പറയും, ദേ 2 പേരും ഒരേ സമയത്ത് ഭവനം പണി തുടങ്ങിയതാണ്, ദേ ആ വ്യക്തിയെ നോക്ക്, വേഗത്തിൽ 1 മാസം കൊണ്ട് പണി തീർത്തു. ഇവിടെ 1 വർഷമായി പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ. പക്ഷേ എന്തുകൊണ്ട് താമസിച്ചു? ഇതിൻ്റെ പ്രയോജനം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ കാണുന്നത് വൻമഴ പെയ്തു, ശക്തമായ ഒരു കാറ്റടിച്ചപ്പോൾ ചുരുക്കം നേരം കൊണ്ട് പണിത ആ ഭവനം അവിടെ തകർന്നു പോയി. ഇത് വചനവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ചിന്തയുമായിട്ടൊന്ന് കോർത്തിടക്കി കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ടത്, സമയമെടുത്തത്, എന്തുകൊണ്ട് സമയം മുൻപോട്ട് പോകുന്നു? ഒരുപക്ഷെ മണലിന്മേൽ പണിത ഭവനം, അത് ഭവനം വേഗത്തിൽ പൂർത്തീകരിക്കുന്നു, വേഗത്തിൽ അവർ കയറി താമസിക്കുന്നു, വേഗത്തിൽ കാര്യങ്ങളൊക്കെ നന്നായി മുൻപോട്ട് പോകുന്നു. എന്നാൽ പാറമേൽ പണിത ഭവനം അവർ കാത്തിരുന്നാൾ ആയിരിക്കാം ഒരുപക്ഷെ ഭവനത്തിലേക്ക് അവർ കയറുന്നത്. എന്നാൽ ആ ഭവനത്തിനകത്തും ഇതേ പ്രശ്നം കടന്നു വന്നു. എന്താണ്? വൻമഴ പെയ്തു, കാറ്റ് ശക്തമായി ആഞ്ഞടിച്ചു, എന്നാൽ അത് വീണില്ല. കാരണം അതിനൊരടിസ്ഥാനമുണ്ടായിരുന്നു. നമ്മളൊന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ചില വിഷയങ്ങൾ താമസിച്ച് സമയമെടുത്തൊരു മറുപടി ലഭിക്കുമ്പോൾ, നിങ്ങൾ എഴുതി വെച്ചോ, സമയമെടുത്തൊരു മറുപടി ലഭിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറയാൻ ഒരു സാക്ഷി കൂടി കാണും, ഒരു ടെസ്റ്റ് പണി നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും. കാരണം നിങ്ങൾ ഈ താമസിച്ച് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. കാരണം നമുക്കറിയാം, ഇതിനകത്ത് താമസിക്കും തോറും ഈ ഓരോ സമയങ്ങൾ മുൻപോട്ട് പോകും തോറും അതിനകത്ത് നമ്മുടെ പ്രാർത്ഥനകൾ മുൻപോട്ട് അത് വർദ്ധിക്കും. ചിലർ ക്ഷീണിച്ചു പോകാറുണ്ട്, എന്നാൽ ചിലരുടെ പ്രാർത്ഥനയും വിശ്വാസവും കൂടുതൽ വർദ്ധിച്ച് കൂടുതൽ എവിടൊക്കെയോ അകന്നുപോയ ദൈവമായിട്ടുള്ള ബന്ധം അത് ഭയങ്കരമായിട്ട് ഈ പാറമേൽ അടിസ്ഥാനം വിട്ട പോലെ ഭയങ്കരമായിട്ട് ഒരു വലിയൊരു സ്നേഹബന്ധം ദൈവമായിട്ട് ഉണ്ടാകുവാനിടയായിത്തീരും. അങ്ങനെ ഈ താമസിച്ച് വരുന്ന മറുപടിക്കകത്ത് 1, നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടായിരിക്കും. 2, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. 3, ഈ ദൈവമായിട്ട് ഭയങ്കരമായൊരു സ്നേഹബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടി, അത് ശ്രേഷ്ഠകരമായതായിരിക്കും. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ മുൻപിൽ ഇന്ന് തുറക്കുമെന്ന് കരുതിയ പല വാതിലും അടഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, അടഞ്ഞ വാതിൽ മാത്രം നീ കണ്ടിട്ടുള്ളൂ. നിനക്ക് വേണ്ടി തുറന്നതും നിനക്ക് വേണ്ടി തുറന്നു കിടക്കുന്നതുമായ ഒരു വാതിലിന് മുൻപിൽ അധികം താമസിക്കാതെ നീ എത്തും. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും, എൻ്റെ വിഷയത്തിൻ്റെ മറുപടി താമസിച്ചു, പക്ഷേ അതിൻ്റെ മഹത്വം വലിയതായിരുന്നു എന്നാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി പറയുന്നു, നിന്റെ വിഷയങ്ങൾ താമസിച്ചു എന്ന് നീ പറയുമ്പോൾ ആത്മാവായി മാറുന്നു, ഇല്ല, ആ താമസിച്ച വിഷയത്തിനകത്ത് നീ പോലും പ്രതീക്ഷിക്കാത്ത അളവിൽ ഞാൻ അതിനകത്ത് ഒരു മറുപടി അയച്ചു മാനിക്കും. ഈ ദിവസം വിശ്വസിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.